സിനിമാ ആസ്വാദകർക്ക് ചലച്ചിത്രമേളകൾ ആഘോഷത്തിന്റെ ദിനങ്ങളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ മനസ്സ് തുറന്ന് ഇത്തരം മേളക്കാലങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? സിനിമാക്കാലം എത്രമാത്രം ഭിന്നശേഷി സൗഹൃദമാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നഗരത്തിൽ സിനിമയുടെ വസന്തകാലം വിരുന്നെത്തുമ്പോൾ അനേകമനേകം ചലച്ചിത്ര പ്രേമികളാണ് തലസ്ഥാനത്തെത്തുന്നത്. ലോക സിനിമയെ പരിചയപ്പെടാൻ, സൗഹൃദങ്ങൾ പുതുക്കാൻ, താരങ്ങളെയും സംവിധായകരെയും കാണാൻ, പരിചയപ്പെടാൻ, അങ്ങനെ മേളയ്ക്കെത്താനുള്ള കാരണങ്ങൾ അനേകമാണ്. എല്ലാ ആസ്വാദകരെയും സ്വീകരിക്കാനൊരുങ്ങി ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ ഓരോ മേളയും എത്രമാത്രം ഭിന്നശേഷി സൗഹൃദമാണെന്ന് കൂടി നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ചലച്ചിത്ര ആസ്വാദകരുടെ എണ്ണം ഓരോ മേളക്കാലത്തും കൂടി വരികയാണ്. ഇത്തവണ 13,000 ഡെലിഗേറ്റുകളാണ് മേളയ്ക്കെത്തുന്നത്. എന്നാൽ ഇത്തരം മേളകൾ വരും വർഷങ്ങളിൽ കൂടുതൽ ഭിന്നശേഷി സൗഹാർദ്ദം ആകണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രധാനമായിട്ട് നമുക്ക് ആക്സസിബിലിറ്റി എന്നതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ വീഴ്ചയിനകത്ത് വരുന്നു. പലപ്പോഴും ഈവൻ നമ്മുടെ ഇപ്പം ഞാൻ പോയ 2 തിയേറ്ററുകൾ ഉൾപ്പെടെ ആക്സസിബിലിറ്റി ഒരു കംപ്ലീറ്റ് തന്നെ വീഴ്ചകൾ പലതും പൊക്കി കയറ്റേണ്ട സാഹചര്യം തന്നെ ഉണ്ടായി. ഈവൻ തിയേറ്ററിൻ്റെ എൻട്രിയിലേക്ക് പോകുമ്പോഴാണ് അതൊരു വലിയ പ്രശ്നമാണ്. ഇത്തരം എന്നെപ്പോലെയുള്ള വീഴ്ചയുടെ ആളുകളെ ഇത്തരം കൾച്ചറൽ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ആക്സസിബിലിറ്റി ഒരു വലിയ ചലഞ്ചാണ്. ആഘോഷത്തിന്റെ ഓരോ മേളക്കാലവും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയട്ടെ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.